Hi everyone, welcome back. ഇന്നത്തെ സെഷനിൽ നെസ്റ്റഡ് ഫ്രെയിംസിനെ എങ്ങനെ ഹാൻഡിൽ ചെയ്യാന്നുള്ളതാണ് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ നമ്മൾ ഈ കാണുന്ന ഈ ക്ലിക്ക് മീ ബട്ടൺ ഉണ്ടല്ലോ, റൈറ്റ് ഹാൻഡ് സൈഡിൽ കിടക്കുന്ന ഇത് 2 ഫ്രെയിമിന്റെ ഉള്ളിലാണ് ഇരിക്കുന്നത്. ഞാൻ നിങ്ങളെ ഇൻസ്പെക്ട് ചെയ്ത് കാണിച്ചു തരാം. ഇതാണ് നമ്മുടെ ക്ലിക്ക് മീ ബട്ടൺ. ഇനി ഇതൊന്ന് മേളിലേക്ക് സ്ക്രോൾ ചെയ്ത് നിങ്ങൾക്ക് കാണാം ഒരു ഐ ഫ്രെയിമിന്റെ ഉള്ളിലാണ് ഇത് കിടക്കുന്നത്. ഓക്കെ, ഒന്നും കൂടി നമുക്ക് മുകളിലോട്ട് സ്ക്രോൾ ചെയ്ത് നോക്കാം. കണ്ടോ, ഒരു ഐ ഫ്രെയിമും കൂടിയുണ്ട്. ഓക്കെ, ഈ ഐ ഫ്രെയിമിന്റെ ഇപ്പൊ ഈ ഹൈറാർക്കി നോക്കിയാൽ നിങ്ങൾക്ക് അറിയാം ഇതിന്റെ ഉള്ളിലാണ് ഈ ഐ ഫ്രെയിം കിടക്കുന്നത്. അതിനുള്ളിലേക്ക് വരുമ്പോഴാണ് ഈ ബട്ടൺ ID ക്ലിക്ക് കിടക്കുന്നത്. ഓക്കെ, ഇതിനാണ് നമ്മൾ നെസ്റ്റഡ് ഫ്രെയിംസ് എന്ന് പറയുന്നത്. ഒരു ഫ്രെയിമിന്റെ ഉള്ളിൽ വേറൊരു ഫ്രെയിം ഇരിക്കുക. അപ്പൊ ഈ 2 ഫ്രെയിമിലേക്ക് സ്വിച്ച് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ എനിക്ക് അതിനുള്ളിൽ ഒരു ആക്ഷൻ പെർഫോം ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പൊ നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പൊ നമ്മളിവിടെ വെബ് ഡ്രൈവറിന്റെ ലൈൻ എഴുതിയിട്ടുണ്ട്. പിന്നെ ആ സൈറ്റ് ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള driver.get ഞാൻ എഴുതിയിട്ടുണ്ട്. ഇനി എനിക്ക് 2 ഫ്രെയിമിലേക്ക് സ്വിച്ച് ചെയ്യണം. അപ്പൊ അതിനു മുമ്പ് ഞാൻ നോക്കേണ്ടത് ഏത് മെത്തേഡ്, ഞാൻ നിങ്ങളോട് പറഞ്ഞല്ലോ ഡിഫറെന്റ് മെത്തേഡ്സ് ഉണ്ട് അല്ലെ. 3 മെത്തേഡുകൾ നമ്മൾ കണ്ടു. അതിൽ ID നെയിം എന്ന് പറഞ്ഞ് സെപ്പറേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ 4 മെത്തേഡുകൾ നമുക്കുണ്ട്. അപ്പോൾ ഇതിൽ ഏത് മെത്തേഡാണ് ഈ ഫ്രെയിമിൽ സ്യൂട്ടബിൾ ആവുന്നത് നമുക്ക് നോക്കാം. അപ്പൊ ആദ്യത്തെ ഞാൻ പറഞ്ഞല്ലോ, ഇതിനകത്ത് നമുക്ക് എടുക്കാൻ വേണ്ടി പറ്റുന്നത് അങ്ങനെ ID നെയിം ഒന്നുമില്ല. സോ നമുക്ക് ഇൻഡെക്സ് വെച്ച് തന്നെ ഈ ഫ്രെയിം നമുക്ക് ഇൻഡെക്സ് വെച്ചിട്ട് എടുക്കാം. അടുത്ത ഫ്രെയിം എന്ന് പറയുന്നത് നമുക്കിവിടെ IDയും നെയിമും ഉള്ളതുകൊണ്ട് അത് വെച്ചിട്ട് എടുക്കാം. ഓക്കെ, അപ്പൊ ഇത് എത്രാമത്തെ ഇൻഡെക്സ് ആണെന്ന് കണ്ടുപിടിക്കണ്ടേ. അതിന് നിങ്ങൾ എന്ത് ചെയ്യണം, /i/frame എന്ന് അടിക്കുക, അല്ലെങ്കിൽ ചുമ്മാ i-frame എന്ന് അടിച്ചാലും മതി. ടോട്ടൽ 4 ഫ്രെയിംസ് ആണ് ഈ സ്ക്രീനിലുള്ളത്, ഈ പേജിലുള്ളത്. അപ്പോൾ ഫസ്റ്റ് i-frame എന്ന് പറയുന്നത് ഇതാണ്, ഈ സൈഡിൽ ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ കാണുന്നത്. ഇനി സെക്കൻഡ് i-frame നിങ്ങൾ നോക്കാം. സെക്കൻഡ് i-frame അവിടെ തന്നെയാണ്. തേർഡ് i-frame ആണ് ഇവിടെ ഇരിക്കുന്നത്. കണ്ടില്ലേ നിങ്ങൾ, തേർഡ് i-frame ആണ് ഇതിലിരിക്കുന്നത്. ഓക്കെ, നമുക്ക് വേണമെങ്കിൽ അതിന്റെ ഇൻഡെക്സ് XPathൽ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുത്ത് നോക്കാം കറക്റ്റ് അല്ലേ എന്നുള്ളത്. കണ്ടോ, സെക്കൻഡ് ഈ കൗണ്ട് ഫ്രെയിംസ് എന്നുള്ള സെക്കൻഡ് താഴെ വന്നിരിക്കുന്നത്. ഞാനിവിടെ 3 കൊടുത്തു കഴിഞ്ഞാൽ കാണാം. കണ്ടോ, ഈ ക്ലിക്ക്മിയുടെ ഇൻഡെക്സ് എന്ന് പറയുന്നത് 3 ആണ്. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ഒരു XPath വെച്ചിട്ട് അതിലേക്ക് സ്വിച്ച് ചെയ്യാം. അല്ലെങ്കിൽ ഈ ഇൻഡെക്സ്, തേർഡ് ഇൻഡെക്സ് എന്ന് പറയുമ്പോൾ i-frameൽ നിങ്ങൾ കൊടുക്കേണ്ടത് 2 ആണ്. അത് കൊടുത്തിട്ട് നിങ്ങൾക്ക് സ്വിച്ച് ചെയ്യാം. രണ്ടും ഞാൻ കാണിച്ചു തരാം. ഒന്ന് ഈ XPath വെച്ചിട്ട് അപ്പൊ കൊടുക്കുമ്പോൾ എന്ത് ചെയ്യണം, ആദ്യം ഒരു വെബ് എലമെന്റ് ക്രിയേറ്റ് ചെയ്യണം അല്ലെ. വെബ് എലമെന്റ് ഫ്രെയിം, clickMeFrameോ എന്തെങ്കിലും കൊടുക്കാം. clickMeFrame = driver.findElement by.xpath എന്ന് കൊടുത്തിട്ട് ആ XPath വെച്ചിട്ട് ആ ഫ്രെയിമിന്റെ എലമെന്റിനെ നിങ്ങൾ ആദ്യം ക്രിയേറ്റ് ചെയ്യണം. ഓക്കെ, എലമെന്റിനെ ക്രിയേറ്റ് ചെയ്തു, ഇമ്പോർട്ട് ചെയ്തു. ബൈയും വെബ് എലമെന്റും ഞാൻ ഇമ്പോർട്ട് ചെയ്തിട്ടില്ല, അപ്പൊ ഇപ്പൊ ഞാൻ ഇമ്പോർട്ട് ചെയ്യാണ്. അതിനുശേഷം നമ്മൾ ഏത് കമാൻഡ് യൂസ് ചെയ്യണം, driver.switchTo വെച്ചിട്ട് അതിലേക്ക് സ്വിച്ച് ചെയ്യാം. switchTo frame. എന്നിട്ട് നമ്മുടെ ഈ ക്ലിക്ക്മി എന്നുള്ള ഫ്രെയിമിന്റെ പേര് നമുക്ക് ഇവിടെ കൊടുക്കാം. അപ്പോൾ നമ്മൾ XPath വെച്ചിട്ട് സ്വിച്ച് ചെയ്യാണ് ഈ ഫ്രെയിമിലേക്ക്. അല്ലെന്നാണെങ്കിൽ നിങ്ങൾക്ക് അറിയാം ഇതിന്റെ ഇൻഡെക്സ് 3 എന്ന് പറയുമ്പോൾ 3 - 1 2 ഇവിടെ കൊടുക്കുക. ഈ ഫ്രെയിമിനുള്ളിൽ 2 എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഇൻഡെക്സ് വെച്ചിട്ട് നിങ്ങൾക്ക് സ്വിച്ച് ചെയ്യാം. അപ്പോൾ ഓൾറെഡി ഇൻഡെക്സ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നിട്ടുണ്ട്, അതുകൊണ്ട് ഞാൻ വീണ്ടും കാണിക്കാത്ത. നിങ്ങൾ ആ ഫ്രെയിമിന്റെ ഫസ്റ്റ് വീഡിയോ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇൻഡെക്സ് വെച്ചിട്ട് കാണാൻ പറ്റും. ഇനി ഒരു ഫ്രെയിമും കൂടി ഉണ്ട്. ഇതിപ്പോ നമ്മൾ ഒരു ആദ്യം കാണുന്ന ഫ്രെയിം എടുത്തിട്ടുള്ളൂ, അതിനുള്ളിൽ ഒരു ഫ്രെയിമും കൂടി ഉണ്ടെന്ന് ഞാൻ പറഞ്ഞു അല്ലെ. അപ്പൊ നമുക്ക് ഒന്നുകൂടി ഇൻസ്പെക്ട് ചെയ്തിട്ട് ആ ഫ്രെയിമിന്റെ ഡീറ്റെയിലും എടുക്കാം. ആ ഫ്രെയിമിന്റെ ഡീറ്റെയിൽ എന്തായിരുന്നു, അതിനകത്ത് ID ഉണ്ട്, നെയിമും ഉണ്ട് അല്ലെ. അപ്പൊ നിങ്ങൾക്ക് ഇത് ഡയറക്റ്റ് കോഡ്സിൽ പാസ് ചെയ്താൽ മതി. ഞാനിപ്പോ നെയിം വെച്ചിട്ട് എടുക്കാം, ഒന്നും കൂടി കൊടുക്കാം, driver.switchTo. ഇപ്പൊ ഇവിടെ നിങ്ങൾക്ക് XPathോ എന്ത് വേണമെങ്കിലും ക്രിയേറ്റ് ചെയ്യാം. ഒരു വെബ് എലമെന്റ് ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്യാം. ഇവിടെ ഡയറക്റ്റ് നമുക്ക് നെയിം ഓർ ID പാസ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉള്ളതുകൊണ്ട് ഞാനിവിടെ ഡയറക്റ്റ് ഇത് പാസ് ചെയ്യുന്നേ ഉള്ളൂ. നമ്മൾ കോപ്പി എടുത്തില്ല, ഒരു മിനിറ്റ് ഒന്ന് ഞാൻ കോപ്പി എടുത്തോട്ടെ. ഫ്രെയിം 2 IDയോ നെയിമോ രണ്ടിനും സെയിം പേരായതുകൊണ്ട് അതെടുക്കാം. ഇതിലേക്ക് കോഡ്സിൽ ഡയറക്റ്റ് പാസ് ചെയ്താൽ മതി നിങ്ങൾ. ഓക്കെ, അപ്പൊ 2 പ്രാവശ്യം നിങ്ങൾ ഈ driver.switchTo frame എന്നുള്ള കമാൻഡ് വിളിക്കണം. അങ്ങനെ നമുക്ക് നെസ്റ്റഡ് ഫ്രെയിമിന്റെ ഉള്ളിൽ എത്താൻ പറ്റുള്ളൂ. അതിനുശേഷം നിങ്ങൾക്ക് ഏത് എലമെന്റിലാണോ ചെയ്യാനുള്ളത്, എന്ത് ആക്ഷൻ ആണോ അത് നിങ്ങൾ ഇവിടെ ആ വെബ് എലമെന്റിനെ കണ്ടുപിടിച്ചിട്ട് അതിവിടെ കൊടുക്കുക. എലമെന്റ് നമ്മുടെ ബട്ടന്റെ പേര് ക്ലിക്ക്മി എന്നായിരുന്നു. അപ്പൊ ക്ലിക്ക്മി ബട്ടൺ = driver.findElement by. അവിടെ എന്താണോ അവൈലബിൾ ആയിട്ടുള്ളത് നോക്കുക.
അപ്പോൾ ഈ ബട്ടൺ ID അവൈലബിൾ ആണ്. കണ്ടോ ഇവിടെ ക്ലിക്ക് എന്നുള്ളതാണ് അതിന്റെ ID. അപ്പോൾ നമുക്ക് by.id കൊടുക്കാം. പിന്നെ ഇതിനകത്ത് വേറൊരു കാര്യം എന്ന് വെച്ചാൽ ഇനി ഇതേ പേരിലും ഇതേ ഐഡിയിലും വേറെ എലമെന്റ്സ് ഉണ്ടെങ്കിലും നിങ്ങൾ ബോദർ ചെയ്യേണ്ട ആവശ്യമില്ല. കാര്യം ഈ ഫ്രെയിമിനുള്ളിലാണ് നമ്മൾ നോക്കുന്നത്. ഓക്കെ, അപ്പൊ നിങ്ങൾ വേറൊരു ബട്ടൺ ഐഡന്റിഫൈ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ കാണുന്ന ഈ ക്ലിക്ക് മീ ഇതിനെ നിങ്ങൾ ഐഡന്റിഫൈ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ സെയിം ID കാണാൻ വേണ്ടി പറ്റും. പക്ഷെ നിങ്ങൾ അതോർത്ത് വറീഡ് ആവണ്ട. കാര്യം നമ്മൾ ഈ എക്സാക്ട് ഫ്രെയിമിലേക്ക് സ്വിച്ച് ചെയ്തതിന് ശേഷമുള്ള ക്ലിക്ക് മീ ആണ് നമ്മൾ ചെയ്യുന്നത്. അപ്പൊ ഫ്രെയിമിലേക്ക് സ്വിച്ച് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഈ ഒരു ക്ലിക്ക് മീ മാത്രമേ ഉള്ളൂ. ഓക്കെ, ഇപ്പൊ ഇവിടെ നിങ്ങൾ ആക്ഷനും കൊടുക്കുക. അതിന്റെ ക്ലിക്ക് മീ ബട്ടന്റെ ആക്ഷൻ കൊടുക്കാം. ഡോട്ട് ക്ലിക്ക് കൊടുത്തു ഞാൻ. ഓക്കെ, ഇനി എന്ത് ചെയ്യണം? അപ്പൊ നമ്മൾ ഡ്രൈവർ സ്വിച്ച് ചെയ്തതിന് ശേഷം ഓരോ ഇതിലും സ്വിച്ച് ചെയ്ത് നമ്മൾ ആദ്യം ഈ നമ്മുടെ ആദ്യത്തെ ഫ്രെയിമിൽ കയറി പിന്നെ രണ്ടാമത്തെ ഫ്രെയിമിൽ കയറി. ഞാനിവിടെ ടാബ് അടിക്കുന്നത് നിങ്ങൾക്ക് ആ സ്വിച്ചിങ് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ്. ഇങ്ങനെ നമ്മൾ സ്വിച്ച് ചെയ്ത് 2 പ്രാവശ്യം സ്വിച്ച് ചെയ്ത് എലമെന്റിൽ നമ്മൾ ആക്ഷൻ പെർഫോം ചെയ്തു. ഇനി എന്ത് ചെയ്യണം? ആക്ഷൻ പെർഫോം ചെയ്തതിന് ശേഷം നമ്മൾ തിരിച്ച് ഇറങ്ങണം അല്ലെ. ഇപ്പൊ driver.switchTo എന്ത് കൊടുക്കാം? നമുക്ക് ഡിഫോൾട്ട് കണ്ടന്റ് കൊടുത്താൽ ആദ്യത്തെ ഫ്രെയിം, അതായത് ഏറ്റവും ഉള്ളിലത്തെ ഫ്രെയിമിൽ നിന്ന് അത് പുറത്തെത്തി, ലാസ്റ്റ് ഫ്രെയിമിന്റെ ഉള്ളിലെത്തി. ഇനി ഒരു പ്രാവശ്യം കൂടി നമ്മൾ സ്വിച്ച് കൊടുക്കണ്ടേ? ഓക്കെ, അവിടെ നിങ്ങൾക്ക് സെയിം കമാൻഡ് യൂസ് ചെയ്യാം കേട്ടോ. driver.switchTo ഡിഫോൾട്ട് കണ്ടന്റ് എന്ന് പറഞ്ഞ് ഒരു വട്ടം കൂടി യൂസ് ചെയ്യാം. അല്ലെന്നാണെങ്കിൽ നിങ്ങൾക്ക് പാരന്റ് ഫ്രെയിം എന്നുള്ള 2 കമാൻഡ്സും ഉണ്ട്. രണ്ട് പ്രാവശ്യം ഇത് വേണമെങ്കിൽ യൂസ് ചെയ്യാം. സ്വിച്ച് ടു പാരന്റ് ഫ്രെയിം, സ്വിച്ച് ടു പാരന്റ് ഫ്രെയിം എന്ന് തന്നെ യൂസ് ചെയ്യാം. അല്ലെങ്കിൽ സ്വിച്ച് ടു ഡിഫോൾട്ട് കണ്ടന്റ്, സ്വിച്ച് ടു ഡിഫോൾട്ട് കണ്ടന്റ് അങ്ങനെ യൂസ് ചെയ്യാം. ഇതിപ്പോൾ ഞാൻ 2 കമാൻഡ് ഉള്ളത് കൊണ്ട് 2ഉം കൊടുത്തേ ഉള്ളൂ. 2 പ്രാവശ്യം നിങ്ങൾ സ്വിച്ച് ബാക്ക് ചെയ്യണം. ഇനി നമുക്ക് എക്സിക്യൂട്ട് ചെയ്യാം. അതിനു മുമ്പ് ഞാൻ ഇവിടെ ഒരു മാക്സിമൈസ് കമാൻഡ് കൊടുത്തോട്ടെ. driver.manage.window.maximize. അപ്പോൾ നിങ്ങൾക്ക് ആ മാക്സിമൈസ് വ്യൂവിൽ കാണാൻ പറ്റുള്ളൂ. ഓക്കെ, ഇനി നമുക്ക് എക്സിക്യൂട്ട് ചെയ്യാം. ഓക്കെ, അപ്പൊ നമ്മുടെ നെസ്റ്റഡ് ഫ്രെയിമിന്റെ ഉള്ളിൽ കയറി 2 വട്ടം സ്വിച്ച് ചെയ്തതിന് ശേഷം നമ്മുടെ ക്ലിക്ക് ബട്ടണിൽ ക്ലിക്ക് മീ ബട്ടണിൽ ക്ലിക്ക് വീണിട്ടുണ്ട്. ഇനി അത് നമുക്ക് പുറത്ത് എന്തെങ്കിലും ആക്ഷൻ, അതായത് ഈ ഇതിന്റെ ഉള്ളിൽ നിന്ന് ഇറങ്ങിയിട്ടുള്ള ഈ സൈഡിലുള്ള ബട്ടൺസ് അല്ലെങ്കിൽ മേളിലത്തെ ഈ നോട്ടിഫിക്കേഷൻ പോലെ ഇത് ഇവിടെ കാണുന്നുണ്ട്. ഈ നോട്ടിഫിക്കേഷൻ ഇതുപോലെ കാണുന്ന എന്തെങ്കിലും എലമെന്റിൽ നിങ്ങൾക്ക് ക്ലിക്ക് ചെയ്യണമെങ്കിൽ 2 പ്രാവശ്യം സ്വിച്ച് ചെയ്ത് കഴിഞ്ഞതുകൊണ്ട് ഇനി നിങ്ങൾക്ക് അതിൽ എന്തെങ്കിലും ആക്ഷൻസ് ചെയ്യണമെങ്കിൽ ചെയ്യാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് പുറത്തത്തെ എലമെന്റ്സ് പിന്നെ എടുക്കാൻ പറ്റില്ല ഇന്ന് പുറത്തിറങ്ങാതെ. ഓക്കെ, അപ്പൊ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കാം. വേറെ ഏതെങ്കിലും ഒരു സൈറ്റ് വേണമെങ്കിൽ അതിൽ നോക്കാം. ഈ കോഡ് ഞാൻ എന്തായാലും പേസ്റ്റ് ചെയ്തേക്കാം വീഡിയോയുടെ താഴെ കേട്ടോ. താങ്ക് യു, ബൈ.